Hi guys, welcome to Here is Alex. So, actually this video is about എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഒരു 1 month ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഫെബ്രുവരി 1 ഞാൻ ഒരു ഇൻട്രോ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്ക് അതിന് മാത്രമുള്ളൊരു ക്വാളിറ്റി വീഡിയോസ് എൻ്റെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആക്ച്വലി ഞാൻ ഒരു ജനുവരി തൊട്ടേ ഈ ഇയർ സ്റ്റാർട്ട് തൊട്ടേ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. ബട്ട് എൻ്റെ പ്ലാനിൽ സിറ്റുവേഷൻസ് അപ്പം അത്ര അനുകൂലമല്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ജനുവരിയിലെ കുറച്ച് വീഡിയോസൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്തു വെച്ചു. ബട്ട് എനിക്ക് തോന്നി അത് അത്ര എന്താ പറയുക, ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, അത്ര ഒരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രമുള്ളൊരു ക്വാളിറ്റി വീഡിയോസ് അല്ല എന്നൊരു തോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാനതിങ്ങനെ ഡിലേ വെച്ചു. കുറച്ചുകൂടി ക്വാളിറ്റി വീഡിയോസും ക്വാളിറ്റി കണ്ടൻറ്റും വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ഇട്ട് ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു വലിയ ഗ്യാപ്പായിരുന്നു. 1 month എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. നിലവിൽ എടുത്തു വെച്ചിരിക്കുന്നത് പോസ്റ്റ് ചെയ്യാനും വയ്യ, പുതിയത് എന്ത് ചെയ്യണമെന്നുള്ള അങ്ങനെ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തിരി മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളൊന്ന് ഇറങ്ങുക, എന്തെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങുക എന്നുള്ളതാണല്ലോ. നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും എങ്ങും എത്തുകയില്ല. ആ ഒരു തിങ്കിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മാർച്ചായപ്പോൾ നിലവിലുള്ള ഷോർട്ട് വീഡിയോസിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവാം. നിലവിൽ ഡെയിലി ഓരോ വീഡിയോസോ അല്ലെങ്കിൽ പറ്റുന്ന പോലെ 2 ദിവസം കൂടുമ്പോഴെങ്കിലോ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഓരോ വീഡിയോസും ഇതെങ്കിലും ഇട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് വരുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി കാണുകയും, ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്നുള്ളത് ആരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് യൂട്യൂബ് പോലുള്ളൊരു സാധനം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആദ്യം പെട്ടെന്ന് കളിയാക്കാനായിരിക്കും തോന്നുക. ഓ, പുതിയ യൂട്യൂബർ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ എന്താ അതിൽ നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യാം. നമ്മളാരും ഇതിൽ എക്സ്പീരിയൻസ്ഡ് അല്ല, ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ എല്ലാ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാവും. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ചമ്മലും കാര്യം കൊണ്ട് ഞാൻ ആരുടെ അടുത്തും പറയെടുക്കുകയൊന്നും ചെയ്തില്ല. ഇത് പോട്ടെ, എങ്ങനെയാണ് നോക്കാം, നമ്മുടെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി അനുസരിച്ചും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നൊരു ടോപ്പിക്കാന്ന് തോന്നിയാൽ അങ്ങനെ തന്നെ ഒരു അക്സെപ്റ്റൻസ് കിട്ടട്ടെ, അതിലങ്ങ് നോക്കാം, അങ്ങനെ വരുന്ന വഴിക്ക് വെച്ച് കാണാം. അല്ലാതെ അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യൂ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട, ഒരു സബ്സ്ക്രിപ്ഷൻ വേണ്ട, ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കാൻ നോക്കും. പിന്നെ തന്നെയല്ല, നമ്മൾ ഏതൊരു കാര്യം തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആവത്തില്ല, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമല്ലോ. അങ്ങനെ ഞാൻ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് ആക്ച്വലി എന്തെങ്കിലും ലൈഫ് ലെസൺ, എൻ്റെ ഓൺ ലൈഫ് എക്സ്പീരിയൻസസ്, അതുപോലെ എന്തെങ്കിലും ഓരോ ടിപ്സ്, അങ്ങനെ എന്തെങ്കിലും ഓരോ ഹാക്സൊക്കെ പറഞ്ഞു തുടങ്ങണമെന്നുണ്ട്. ഇങ്ങനെ വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് തന്നെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചമ്മലും അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെ ഡിലേയിൽ കിടന്നു. അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തോ ആയിക്കോട്ടെ. അതുപോലെ ഈ കുക്കിംഗ് വീഡിയോസിൻ്റെ കേസിൽ എനിക്കിങ്ങനെ അതിൻ്റെ ഒരു ആംബിയൻസ്, അവിടെ ലൈറ്റിൻ്റെ ഇഷ്യൂ, വേറെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളില്ല, നമ്മൾ ഒറ്റ കയ്യിൽ ഷൂട്ട് ചെയ്യാൻ വേണം, ഇത് കുക്ക് ചെയ്യാൻ വേണം. ഞാൻ കുക്ക് ചെയ്യുന്നത് ജസ്റ്റ് പരീക്ഷണത്തിനുമല്ല, ഡെയിലി വീട്ടിലാവശ്യത്തിനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഈ ഫുഡ് ആവുകയും വേണം, കൂട്ടത്തിൽ ഇത് ഷൂട്ട് ചെയ്ത് എടുക്കുകയും വേണം. അങ്ങനെ ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ആക്ച്വലി എൻ്റെ കുക്കിംഗ് വീഡിയോസിൻ്റെ എടുപ്പൊക്കെ കണക്കാണ്. എങ്ങനെയൊക്കെയോ ഒരു കൈ കൊണ്ട് വീഡിയോയും എടുത്ത്, ലൈറ്റൊന്നും പ്രോപ്പറല്ല, പിന്നെ അത് കുക്ക് ചെയ്ത് ടൈമിൽ കഴിക്കേണ്ട ഒരു നോർമൽ ഡെയിലി സിറ്റുവേഷനിലാണ് ഞാനത് കുക്ക് ചെയ്യുന്നത്, അല്ലാതെ ഈ കുക്കിംഗ് വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അതൊരു ടാസ്ക് ആയിരുന്നു. അപ്പം അത് കുറച്ചൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങി, നമ്മളല്ലാതെ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ഞാനൊക്കെ ഒരു കുക്കിംഗ് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്നൊരു കാലം ഉണ്ടാവും തന്നെ. കാരണം ഞാനെന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ വല്ല ചായയോ മുട്ട പൊരിക്കോ ന്യൂഡിൽസിലൊക്കെ നിന്ന ആൾക്കാരാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ നിന്ന കാലത്ത് തന്നെ വല്ല മോര് കറിയോ തോരനോ ഒക്കെ അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള വലിയ പാചക പരീക്ഷണങ്ങളൊന്നും ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഇരുന്ന് വേറൊരാൾ പറഞ്ഞാൽ പഠിക്കുന്നൊരു ടൈപ്പും അല്ല. പിന്നെ എൻ്റെ പാചകവും കൈയളവിലാണ്, ഞാൻ സ്പൂണൊന്നുമല്ല യൂസ് ചെയ്യുക, കൈയളവിൽ ഇങ്ങനെ പൊടികളൊക്കെ ഇടുകയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇതൊക്കെ ഇത്ര അളവിലായിരിക്കണം,
അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റണമല്ലോ. അതൊക്കെ ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഒരു നാക്കിന് ഇത്ര അളവ് സ്പൂൺ അളവിൽ ഇട്ടിട്ടിട്ട് എങ്ങനെയോ സെറ്റായി അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വയ്ക്കാൻ പറ്റി. പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ ഷോർട്സ് എന്തുകൊണ്ട് ഇട്ടുകൂടാ. നമ്മൾ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർത്തിട്ടൊന്നും അല്ലെങ്കിൽ കൂടെയും നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ. ഒന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ അത് കാണിക്കാനാവും, നമ്മൾ കണ്ടൊരു കാര്യം അത് കാണിക്കാനാവാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കാണാനാവാം. ഈ കണ്ട കാര്യം നമുക്ക് പിന്നത്തെ ഒരു ഓർമ്മയിലേക്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതുപോലെ പിന്നെ പല ചാനൽസിൻ്റെയും ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ മിനിമലായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് പോലും നമുക്ക് ഷോർട്സിൽ ഇട്ട് പോകാം. നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണ് ഒരു ലെവലിൽ റീച്ച് ചെയ്ത് പോകാം. ഷോർട്സ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വീഡിയോസുണ്ട്. എന്നാൽ സിമ്പിളായിട്ട് റാൻഡമായിട്ട് എൻ്റെ ഗാലറിയിൽ എവിടെയൊക്കെയോ കിടന്ന് ജസ്റ്റ് ഷോർട്സ് പോസ്റ്റ് ചെയ്ത് അതിന് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം വ്യൂസ് വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ക്ലിക്കാവുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തോട്ട്സൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. കുക്കിംഗ് ഉള്ള പോലെ നമ്മൾ ചെയ്ത് നോക്കി സക്സസ് ആക്കി വീഡിയോസ് അങ്ങനെ തുടങ്ങി. ഷോർട്സ് റാൻഡം വീഡിയോസ് എവിടെയെങ്കിലും ഗാലറി കിടക്കുന്നതിലും ഭേദമല്ല ഇതിൽ കിടക്കുന്നതെന്നുള്ള രീതിയിൽ അങ്ങനെയും തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് പിന്നെ ഒരു ടാസ്ക് ആയിരുന്നു. എങ്ങനെ തുടങ്ങും, എന്തിൽ തുടങ്ങും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു ദിവസം നോക്കി നമുക്കിങ്ങനെ എല്ലാം അതിൻ്റെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതൊരു പുതിയൊരു ബിഗിനിങ് ആവട്ടെ. നമുക്ക് ഇങ്ങനെ ഓരോ വട്ടം തുടങ്ങും, പിന്നെ ഒരു മന്തിൻ്റെ ഹാഫ് ആകുമ്പോൾ അത് ആ വഴിക്ക് പോവും. അതല്ല നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് അതിൽ ഉറച്ചു നിന്ന് പോകണോ എന്നുള്ളൊരു തോട്ട് എനിക്കെന്തോ ഈ ഏപ്രിലോട് കൂടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മെയ് 1 കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോവാം. ഇതുവരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണ് പൊതുവിൽ ആൾക്കാരുടെ അടുത്ത്. അപ്പം ഈ സെയിം തോട്ട് തന്നെ എടുത്താൽ പോലെ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മളെ തന്നെ കണ്ട് സംസാരിക്കുകയല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു തോട്ടിലെടുത്താൽ മതി. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നതെന്നൊരു തോട്ട് എന്തിനാ? നമുക്ക് എന്താണോ ഷെയർ ചെയ്യാനുള്ളത് അത് ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൂടാ എന്നൊരു തോട്ടും വന്നു. കുറച്ചുകൂടി മൈൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയി എന്ന് പറയാം. കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടെ വന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഇട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു നമ്മളെന്താ പറയുക കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ലൈഫിൽ കുറേ കൂടെയൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ്സൊക്കെ എടുക്കണം, നമ്മുടെ ഇതുവരെയുള്ള ഹാബിറ്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേയൊക്കെ മൈനർ ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ലൈഫിലോട്ട് എത്തിക്കും. ഇതൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് പോകാമെങ്കിൽ കുറച്ചുകൂടി നമുക്കതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനും കുറച്ചുകൂടി ഇത് നല്ല രീതിയിൽ പോകും തോന്നി. അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും ഈ വീഡിയോയിലോട്ട് എത്തി. അങ്ങനെ ഫേസ് ചെയ്ത് പ്യുവറായിട്ട് എൻ്റെ ഇമോഷൻസും എൻ്റെ തോട്ട്സും ഓപ്പൺലി പറഞ്ഞ് തന്നെ വീഡിയോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഇന്ന് അതായത് ഏപ്രിൽ 29 അപ്പോൾ നാളെ ഒരു ദിവസം ഇതിപ്പോൾ 2 ദിവസം മുമ്പേ ഒന്ന് തുടങ്ങിയിരിക്കുകയും നമ്മൾ ഒന്ന് സെറ്റായി അതിലേക്ക് വരണമല്ലോ. പെട്ടെന്ന് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്താൽ അതേ ഒരു വൈബ് എനിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു പയ്യെ അതിലോട്ട് എത്തിയിട്ട് 2 ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളിൽ മൈനർ ചേഞ്ചസ് വരുത്തി അപ്പോൾ കുറച്ചുകൂടി 1-2 ദിവസത്തെ നമ്മളിങ്ങനെ ചെയ്ത് ശീലിക്കുമ്പോൾ ഒരു 3-ാമത്തെ ദിവസമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാനും ഇതൊരു റൊട്ടീൻ ആക്കാനൊരു ഇപ്പോഴുള്ള സൗകര്യത്തിന് എന്ന് വെച്ച് 2-3 ദിവസം കൊണ്ടൊരു സാധനം നമുക്ക് റൊട്ടീൻ ആകുമെന്നല്ല. ഞാനെന്തോ ഇന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ എനിക്ക് മാക്സിമം പറ്റുന്നതിനനുസരിച്ച് വീഡിയോ ഇട്ടും പോവാം, മാക്സിമം ഓപ്പൺലി കണ്ടൻറ്റ് ഷെയർ ചെയ്യാനെ കൊണ്ടൊരു ഇതാക്കാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. ആക്ച്വലി ഞാൻ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഇതുവരെയുള്ള ലൈഫിൽ പല പല കാര്യങ്ങൾ പഠിക്കില്ല, അതുപോലുള്ള കാര്യങ്ങൾ, ലൈഫ് ഹാക്സ്, ഇതുപോലുള്ള ടിപ്സ്, ഡെയിലി റൊട്ടീൻ ചേഞ്ചസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് അഡ്വൈസും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് മുന്നേക്ക് പോകാമെന്ന് കരുതാണ്. എൻ്റെ ഈ കണ്ടൻറ് ക്രിയേഷൻ ജേണിയിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.